ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ചെറുപഴവും നമ്മുടെ മുന്തിരിയൊക്കെ ചേർത്തിട്ട് പെട്ടെന്ന് ഒരു 3 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി ജ്യൂസുമായിട്ടാണ് വന്നിരിക്കുന്നത്. ജ്യൂസെന്നും സർബത്തെന്നും ഒക്കെ പറയാം. അപ്പോൾ അങ്ങനെ ഒരു സൂപ്പർ ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 3 ഞാലിപ്പൂവും പഴമാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ രസകദളിയോ അങ്ങനെയുള്ള ചെറിയ നല്ല ടേസ്റ്റുള്ള പഴങ്ങൾ എടുക്കാം. പാളയം തോടനും വലിയ പഴങ്ങളൊക്കെ സ്കിപ്പ് ചെയ്യാം. പിന്നെ ഒരു 8-10 കറുത്ത മുന്തിരി, ജ്യൂസ് മുന്തിരി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ഞാൻ 5 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. പഞ്ചസാരയും മധുരവും ഒക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ ചേർക്കുന്ന കണക്ക് പറയുന്നൊന്നുമില്ല കേട്ടോ. പിന്നെ കുറച്ച് തേൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേന് വേണമെങ്കിൽ ചേർത്താൽ മതി. ഇതില്ലെങ്കിൽ ഉണ്ടാക്കിയ ടേസ്റ്റ് ഉണ്ടാവില്ല എന്നൊന്നും പേടിക്കേണ്ട. ഇതില്ലെങ്കിലും നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ തേൻ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. പിന്നെ ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് തേനൊന്നും വാങ്ങാൻ പോകണ്ട. പിന്നെ കുറച്ച് അപ്പോൾ തേൻ ഇല്ലെങ്കിൽ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, കുറച്ചുകൂടി പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ പിന്നെ കുറച്ച് ഐസ് ക്യൂബ്സ്, ഒരു 1/2 ഗ്ലാസ് വെള്ളവും ഒഴിച്ചിട്ടാണ് ഞാനിതിനെ ഒന്ന് നന്നായിട്ട് സ്മൂത്തായിട്ട് ബ്ലെൻഡ് ചെയ്ത് എടുക്കാൻ പോകുന്നത്. വെള്ളം ഒരുപാട് ഒഴിക്കരുത്. പിന്നെ അങ്ങ് ഒരുപാട് വെള്ളം ആയിപ്പോയാൽ കുടിക്കാൻ അത്ര ടേസ്റ്റ് കാണില്ല. അതുകൊണ്ട് ഒരുപാട് വെള്ളം ഒഴിക്കരുത് കേട്ടോ. നല്ല സ്മൂത്തായിട്ട് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബാക്കി പരിപാടികളും കൂടെ ചെയ്യാം. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കുക. ഏലക്ക പൊടിച്ചതില്ല, ഞാൻ 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ പൊടിച്ചതില്ല എങ്കിൽ 1 ഏലക്ക മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ ഇനിയും ബ്ലെൻഡ് ചെയ്യണമുണ്ടല്ലോ. പിന്നെ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം 3 പഴമാണ് എടുക്കുന്നതെങ്കിൽ ഇത്രയാണ് കണക്ക്. ഇത്രയും നല്ലവണ്ണം ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനെ നമുക്ക് അരിച്ചെടുക്കാം. അരിക്കണം എന്ന് വലിയ നിർബന്ധമില്ല. കൊത്തൊക്കെ കഴിക്കുന്നത് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ അരിച്ചെടുക്കുന്നു എന്നേ ഉള്ളൂ. അരിച്ചെടുത്താൽ ആ ഒരു വല്ലാത്തൊരു ടേസ്റ്റ് ആയിരിക്കുമല്ലോ, അതുകൊണ്ടാണ് അരിച്ചെടുക്കുന്നത്. ഞാൻ എനിക്കെന്നല്ല, ആർക്കും ഇങ്ങനെ ഇഷ്ടം ഉണ്ടാവില്ലല്ലോ. പിന്നെ ഇനി ഐസ് ക്യൂബ്സൊക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാനിനി 1 ടീസ്പൂൺ കസ്കസ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചത് ഇതിലിട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതിന് വേണ്ടിയിട്ട് ആരും പോയി കസ്കസ് വാങ്ങുമെന്നും വേണ്ട, കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. കസ്കസ് ഇട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ്. കുടിക്കാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും കേട്ടോ. കസ്കസ് പ്രത്യേകിച്ച് പോയി വാങ്ങുമൊന്നും വേണ്ട. പിന്നെ പഴം എടുക്കുമ്പോൾ ചെറിയ പഴമാണെങ്കിൽ 3 പഴമല്ല കേട്ടോ, ഒരു 4-5 എണ്ണം വരെ എടുക്കാം, കുഴപ്പമില്ല. നമ്മുടെ പഴത്തിൻ്റെ സൈസിനനുസരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെന്താ, കൂടെ വരുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തിട്ട് ആൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും റെസിപ്പീസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആദ്യമേ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് കളർ ഷുഗർ ബോൾസൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനിയും വ്യത്യസ്തമായൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അതുവരെ ബൈ ബൈ.